അപ്പൊ നീതി പ്രവർത്തിക്കുന്നവരായിരിക്കണം. അടുത്തത്, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. ഹൃദയപൂർവം സത്യം സംസാരിക്കുന്നവരായിരിക്കണം. അപ്പൊ എത്രയായി? 3 കാര്യങ്ങളായി. അടുത്തത്, നാവ് കൊണ്ട് കുരുള പറയാതെ. അത് പിന്നെ വല്ലപ്പോഴും ഒക്കെ പറയാതിരിക്കാനൊക്കത്തില്ല. അവസരം ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നവരാ. ഞാൻ എന്നെ തന്നെ അങ്ങ് പറയാം. അപ്പം നിങ്ങളെ ആരെയും കുറ്റം പറഞ്ഞെന്ന് പറയത്തില്ലല്ലോ. ഇവിടുന്ന് പോയാലും ഭോപ്പാലിൽ നിന്ന് ഒരുത്തം വന്ന് ഞങ്ങളെ കുറ്റം പറഞ്ഞെന്ന് പറയത്തില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സംയോജിതമായി ചില വിട്ടുവീഴ്ചകളൊക്കെ വരുത്തി ഒതുക്കി കൂട്ടിയൊക്കെ അല്പം കള്ളമൊക്കെ പറയുന്നവരാ നമ്മളെല്ലാവരും. കുറ്റം സമ്മതിക്കാമെങ്കിൽ ഇന്ന് സന്തോഷത്തോടെ ഭവനത്തിൽ മടങ്ങിപ്പോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെയൊക്കെയാ എൻ്റെ പ്രസംഗങ്ങളെ. അതുകൊണ്ടാണ് പലർക്കും വലിയ പ്രയാസമാണ് കൊണ്ടു നടക്കാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അടുത്ത് 4 അടുത്ത്, തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും. തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെ. ദൈവമക്കളെ, ദോഷപ്രവൃത്തികൾ കൂട്ടുകാരനോടൊന്നും ചെയ്യും. കൂടെ നടന്ന് കാലെ പിടിക്കരുത്, മറിഞ്ഞു പോകാൻ ഇടയായിത്തീരില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവരെ കൊണ്ട് നടക്കുവാൻ നമുക്ക് ഇടയായിത്തീരണം. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ 5 എണ്ണമായി. 6 കാര്യം, കൂട്ടുകാരൻ അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. കൂട്ടുകാരൻ അപമാനം വരുത്താതിരിക്കുന്നവൻ. യേശുണി പറഞ്ഞേ, കുടുംബജീവിതം അഴുക്കാക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആ സഹോദരി അങ്ങനാ, സഹോദരി ഇങ്ങനെ. എൻ്റെ കാര്യം നീ നോക്ക്, എൻ്റെ കാര്യം നമ്മൾ നോക്ക്. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെയൊക്കെയാ എൻ്റെ കാര്യങ്ങൾ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും എനിക്കതൊരു പ്രയാസമൊന്നുമല്ല. ഞാൻ പോപ്പല്ലാം പോകുമല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പാടില്ലാത്ത കാര്യം. അപ്പം ഈ 6 കാര്യങ്ങൾ ചെയ്താൽ കൂടാരത്തിൽ വസിക്കാം. ആരുടെ കൂടാരമാ? യഹോവയുടെ കൂടാരത്തിൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ കൂടാരം നമുക്ക് ഇനിയും ദാവീദ് പറയുന്നുണ്ട്, 61 സങ്കീർത്തനം 4 വാക്യം. ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും, ശരണം പ്രാപിക്കും. നിന്റെ ചെറിയ മറിയ ശരണം പ്രാപിക്കും. ഹല്ലേലൂയ. താന് കൂടാരത്തിൽ പാർക്കുന്ന ആളല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഹി വാസ് എ കിങ്, രാജാവായിരുന്നു, രാജമഹലിൽ താമസിക്കുന്നവർ. തനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ഈ മഹലിൽ താമസിച്ച് കർത്താവിനൊരാലയം പണിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അത് പണിയുവാനായിട്ട് തനിക്ക് സാധിച്ചില്ല. ഹല്ലേലൂയ. നീ രക്തം ചൊരിഞ്ഞതിനാൽ, അനേക യുദ്ധങ്ങൾ നടത്തിയതിനാൽ നിനക്കത് സാധിക്കത്തില്ല എന്ന് ദൈവം തമ്പുരാൻ ദാവീദിനോട് പറഞ്ഞു. തൻ്റെ മകനാണ് ദൈവാലയം പണിത്, ശലോമോൻ. പ്രൈസ് ദി ലോർഡ്. ആ അധികാരം അദ്ദേഹത്തിന് കൊടുത്തു. അതങ്ങനെ നിൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ താൻ പറഞ്ഞു, രാജാവ് ദാവീദ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും, ഓൾവേസ്, ഫോറെവർ. നിങ്ങൾക്ക് തീരുമാനമുണ്ടോ? ഇതൊക്കെ അങ്ങ് കഴിയുമെന്നേ, ഇവിടെയൊക്കെ കഴിഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നേക്കും കൂടാരത്തിൽ വസിക്കണമെന്ന് വരും പറഞ്ഞ 6 ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വസിക്കും. നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. അത് നമ്മളെ പോക്ക് വരവിൽ കർത്താവിൻ്റെ ദാസിൽ നിന്ന് പറഞ്ഞു. എത്രയോ അപകടങ്ങൾ നടന്നു, എന്നാൽ നമ്മളെ അതിലൊക്കെയും വിടുവിച്ചെടുത്ത കർത്താവാണ്.
ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു ക്രാഷ് അല്ലെ ഒരു ഒരച്ചിൽ പോലും നമ്മുടെ വാഹനത്തിനുണ്ടാകാതെ കർത്താവ് നമ്മളെ സൂക്ഷിച്ചില്ലേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ജനമേ, കർത്താവിൻ്റെ കരങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോഴും കർത്താവിൻ്റെ കരങ്ങളിലാണ്, വൈകിട്ട് കിടന്നുറങ്ങുമ്പോഴും കർത്താവിൻ്റെ കരങ്ങളിലാണ്, രാത്രി കാലങ്ങളിലും കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മളായിരിക്കുന്നെന്നുള്ളത് ആ ഒരു ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഇനിയും വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 27-ാം സങ്കീർത്തനം 5-ാം വാക്യം. ആ അനർത്ഥ ദിവസത്തിൽ, മനുഷ്യ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വളരെ ഇല്ലെന്നല്ല, ആർക്കും ഹല്ലേലൂയ പെർഫെക്റ്റായിട്ട് ആരും തന്നെ ഭൂമിയിലില്ല. പല അനർത്ഥങ്ങൾ, പല വിഷയങ്ങളിൽ നാം ഭാരപ്പെടുന്നവരും പ്രയാസപ്പെടുന്നവരൊക്കെയാണ്. എന്നാൽ അനർത്ഥ ദിവസത്തിൽ അത് കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ, തിരുനിവാസത്തിന്റെ മറവിൽ. എന്താ? കർത്താവിൻ്റെ ഷെഖേനയിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ മറയ്ക്കും. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പോൾ 3-ാമത്തെ വാക്യം കണ്ടു. ഇനി 4-ാമത്തെ വാക്യം. ഇനി പർവ്വതത്തിൽ കയറുന്ന കാര്യമൊക്കെ പറയാൻ പോവാ. വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ. യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കണം. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ജനം കർത്താവിൻ്റെ ദാസന്മാരെ തെറ്റും കുറ്റമൊക്കെ പറഞ്ഞ് ജീവിക്കരുത് ഒരിക്കലും. തൻ്റെ ഭക്തന്മാരെ ബഹുമാനിക്കുന്നവരും അവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുമായിരിക്കണം. നിങ്ങളുടെ നടത്തിപ്പുകാരെ ഓർത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ പൊതുവായിട്ടങ്ങ് പറയാം, നമ്മുടെ ഇടയിലൊക്കെ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഒരു ചെറിയ കാര്യം മതി ഹല്ലേലൂയ ഇടർച്ച വരുത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടോ. അതിനൊക്കെ ഒരു മാറ്റം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. സംയോജനം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം അപ്പോൾ ദൈവാലയത്തിൽ വെളിപ്പെടുവാൻ കാരണമായി തീരും. നിങ്ങൾ തമ്മിലും അങ്ങനെ ഉണ്ടായിരിക്കാൻ തക്കണം ഇടയായിത്തീരട്ടെ. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. ഹല്ലേലൂയ. വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നു, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. സത്യം ചെയ്താണല്ലോ നാം എല്ലാവരും ഈ കൃപയിലേക്ക് കടന്നു വന്നത്. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് എൻ്റെ പാപത്തിന് വേണ്ടി അവൻ കാൽവറിയിൽ മരിച്ചു. ഹല്ലേലൂയ. എൻ്റെ പാപത്തിൽ നിന്ന് വിടുതൽ എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു വ്യവഹാരത്തിൽ സത്യം ചെയ്തു. ആ സത്യം ചെയ്തിട്ട് ആ വ്യവഹാരത്തിന് സത്യത്തിന് മാറ്റം വരുത്തുന്നവരായിരിക്കാൻ നമുക്കൊരിക്കലും ഇടയാകരുത്. നാം ഉടമ്പടി ചെയ്തവർ. ഉടമ്പടി ആരുമായിട്ടാ? നമ്മുടെ കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്തവരാ. നമ്മുടെ ഉടമ്പടിക്ക് മാറ്റം വരുത്തരുത്. വിവാഹ ശുശ്രൂഷയിൽ ഉടമ്പടി ചെയ്യുന്ന കാര്യമുണ്ട്. എന്നാൽ ഇന്ന് അതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ടാണ് ലോകത്തിൽ അനേകരായിരിക്കുന്നത്. നമ്മുടെ ഇടയിൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അവിടെയൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടിക്ക് വ്യത്യാസം വരുത്തി. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുണ്ട്. എൻ്റെ ജീവകാലം മുഴുവനും ഞാൻ നിനക്കായി തന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. വ്യവസ്ഥ പ്രകാരം ഞാൻ ജീവിക്കും. അതിന് ഞാൻ മാറ്റം വരുത്തത്തില്ല. എന്തൊക്കെ ഛേദം വന്നാലും അതിന് ഞാൻ മാറ്റം. എൻ്റെ വീട്ടിലാരുമില്ല കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഞങ്ങളെല്ലാവരും കുടുംബമായിട്ട്, എൻ്റെ കുഞ്ഞുങ്ങളും ഈ ശുശ്രൂഷയിലൊക്കെയാണ് ഓരോ രീതിയിൽ. ഒരു കുടുംബമായിട്ട് എല്ലാവരും 3 പേരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുവാണ്. ദൈവത്തിൻ്റെ ജനമേ, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്ത 5-ാമത്തെ കാര്യം, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും. തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കുക. ആരെങ്കിലും ഉണ്ടോ? ഞാനങ്ങ് ചോദിക്കുക. എന്നാ എല്ലാവരും മിണ്ടായിരിക്കുന്നത്? ഇല്ലെങ്കിൽ ഇല്ലെന്നങ്ങ് പറഞ്ഞാൽ മതി. ഞങ്ങൾ പലിശയ്ക്കൊന്നും കൊടുക്കുന്നവരല്ല. കൊടുക്കും, വാശി പറഞ്ഞ് കൊടുക്കുന്നവരുണ്ടെന്ന്. അതാ പലിശയ്ക്ക് പലിശ മേടിക്കത്തില്ല. പലിശക്ക് ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനിട വരാതിരിക്കട്ടെ, ആ പലിശയൊക്കെ തീരട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ധൈര്യമായിട്ട് പറയാം, പലിശയ്ക്ക് കൊടുക്കാതെയും ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെ. എന്നാൽ ദ്രവ്യം സൂക്ഷിച്ച് വയ്ക്കുന്നവരൊക്കെ ഉണ്ട് ഒരുപാട്. എപ്പോഴേലും അവസരം കിട്ടുവാണെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വിഷയമൊക്കെ വരാതെ പോവുക. പ്രൈസ് ദി ലോർഡ്. ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ. അത് ഞാൻ 37 വർഷം ഗവൺമെൻറ് ഓഫ് മധ്യപ്രദേശിൽ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെറിയ ഒരു ജോലിക്ക് കയറിയാണ്. ഞാൻ 61 SSLC ഒക്കെ പാസ്സായി 62, 63 2 വർഷക്കാലം ഞങ്ങളുടെ അവിടെ മാവേലിക്കര എൻ്റെ ദേശം, ആ ദേശത്തെ ITI തുടങ്ങി. അപ്പോൾ അവിടെ സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ്റെ കോഴ്സ് 2 വർഷം പഠിച്ച്, പിന്നെ അതിന് ശേഷം 1 വർഷം PWD സർവേയറായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം 50 പൈസ എനിക്ക് ചിലവുണ്ട് ഒരു ആപ്ലിക്കേഷൻ അയച്ചതിന്. അന്ന് 63 കാര്യമാണ് പറയുന്നത്. 50 പൈസ എൻ്റെ ഒരു പെങ്ങള് ഹല്ലേലൂയ ടൈപ്പും ഷോർട്ട് ഹാൻഡും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നു. അവൾ ടൈപ്പ് ചെയ്തൊക്കെ ആപ്ലിക്കേഷൻ തന്നു. റേയ്പൂർ ചീഫ് എഞ്ചിനീയറിന്, അന്ന് 2 ചീഫ് എഞ്ചിനീയറേ ഉള്ളൂ, വെസ്റ്റ് ആൻഡ് ഈസ്റ്റ്. റേയ്പൂർ കിഴക്കേ സ്ഥലത്തെ ചീഫ് എഞ്ചിനീയറിന് ആപ്ലിക്കേഷൻ അയച്ചു. എനിക്ക് ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ അസിസ്റ്റൻറ്റ് ഡ്രാഫ്റ്റ്സ്മാനായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. നിങ്ങൾ വിചാരിക്കും ഒരുപാട് ശമ്പളമൊക്കെയാണ്. 135 രൂപ എൻ്റെ ബേസിക് പേ, 15 രൂപ സ്പെഷ്യൽ പേയും. ഇത് വെച്ചാൽ ടെക്നിക്കൽ സൈഡ് ആയതുകൊണ്ട്. അങ്ങനെ ഞാൻ കയറി. ഹല്ലേലൂയ. അതിനുശേഷം എൻ്റെ സാക്ഷ്യം കൂടെ പറയണമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 37 വർഷം ജോലി ചെയ്ത് അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ട് ഗസറ്റ് ഓഫീസറായിട്ട് ഞാൻ റിട്ടയർഡായി. റിട്ടയർമെൻറ്റ് ആയതല്ല, റിട്ടയർമെൻറ്റ് മേടിച്ചു. ഒരു ബുധനാഴ്ച രാവിലെ സമയം ഓഫീസിൽ പോകുമ്പോൾ ഇങ്ങനെയാണ് ദൈവാത്മാവ് ഇടപെട്ടത്. ഹല്ലേലൂയ. ഇന്ന് 4 മണി വരെ ജോലി ചെയ്യാവും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും പിന്നെ ബാംഗ്ലൂരിലുള്ള ഒരു കോളേജിൽ നിന്ന് ഇങ്ങനെ കറസ്പോണ്ടൻസ് വഴിയായി വചനം പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഈശോ എന്നെ ദൈവാത്മാവ് ഇടപെട്ട അനുസരിച്ച് 4 മണിയായപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. ഞാനൊരു ഫയൽ മൂവ് ചെയ്തു. അതിൻ്റെ നോട്ട്സിലൊക്കെ എഴുതി കംപ്ലീറ്റ് ആക്കി ഞങ്ങളുടെ അണ്ടർ സെക്രട്ടറിയിലേക്ക് കൊടുത്തു. സെക്രട്ടേറിയറ്റിലായിരുന്നു ജോലി. അയാളത് പാസ്സാക്കി ഡെപ്യൂട്ടി സെക്രട്ടറിക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് സ്പെഷ്യൽ സെക്രട്ടറിയൊക്കെ പോയി. പിന്നെ ഹല്ലേലൂയ അവിടുന്ന് അതിൻ്റെ മേളിലോട്ടുള്ള ഒരു ഓഫീസറുണ്ട്, അയാളുടെയൊക്കെ പോയി.
അവിടെ പോയി കഴിഞ്ഞുണ്ടേ അയാൾ എന്നെയാണ് വിളിച്ചത്. താഴത്തെ ഗ്രേഡിൽ ഇരിക്കുന്ന ഞാൻ എഴുതി നോട്ട്സൊക്കെ എഴുതി പ്രിസൈസൊക്കെ തയ്യാറാക്കി അയച്ചത് അയാൾ പറഞ്ഞു ഇതെല്ലാം അങ്ങ് മാറ്റണം, ഞാൻ പറയുന്ന പോലെ എഴുതണമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ എല്ലാ ലോ ആൻഡ് എല്ലാം എഗ്രിമെൻ്റൊക്കെ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കണം. നിങ്ങളുടെ അനുഭവത്തിലൊക്കെ അങ്ങനെ ഉണ്ടാകാം, സാധ്യതയുണ്ട്. ജോലിയിലുള്ള വിഷമം പറയുക. ഹല്ലേലൂയ. അപ്പം ദൈവാത്മാവ് പറഞ്ഞു 4 മണി വരെ ജോലി ചെയ്യാം, അത് കഴിഞ്ഞ് നീ ഇറങ്ങി പോയിക്കോണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ അത് ചെയ്യുവാൻ ഇടയായി. അതിനുള്ള മുഖാന്തരം പറയുക. എഴുതി കഴിഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞ ഒക്കത്തില്ല, ഞാൻ പറയുന്ന പോലെ എഴുതണമെന്ന് പറഞ്ഞു. ഞാൻ സാറേ പ്ലീസ് ഐ വിൽ നോട്ട് ഡു ദാറ്റ്, ഐ വിൽ സസ്പെൻഡ് യു എന്നോട് പറയുക. ഞാൻ ഇറങ്ങി ഇങ്ങ് പോകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇറങ്ങി പോകുന്നത് കഴിഞ്ഞേച്ച് ഞാൻ നേരത്തെ ഐ റെൻഡേഡ് മൈ സർവീസ് ബിക്കോസ് ഓഫ് സം ഇൽനെസ് ആൻഡ് സോ ആൻഡ് സോ കാരണം എഴുതി കൊടുത്ത് ഞാൻ എഴുതി പോന്നു. എഴുതി കഴിഞ്ഞോണ്ടേ അത് കഴിഞ്ഞ് സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ ആൾ 3 ദിവസം കൂടെ ആ സീറ്റയിൽ ഇരുന്നുള്ളൂ. അയാളെ ഡീപ്രൊമോട്ട് ചെയ്തു. ദൈവത്തിൻ്റെ ജനമേ, എനിക്ക് ഇറങ്ങി പോരാനും ഇടയായിത്തീർന്നു. അതിൻ്റെ ശേഷമൊക്കെ കർത്താവിൻ്റെ വിലയെ പൂർണ്ണമായിട്ട് ആയിരിക്കാൻ തക്കൊണ്ട് ഇടയായിക്കൊണ്ടിരുന്നതുവരെയും വിശ്രോ ചില ജീവിതങ്ങളെ വിടുവിച്ചെടുക്കുന്നതിനൊക്കെ നമുക്ക് വില പ്രയാസങ്ങളും കഷ്ടങ്ങളും ജോലിയിലും എല്ലാത്തിലും ഉണ്ടാകും. എന്നാൽ ഹല്ലേലൂയ, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, പിന്നെ തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. ഹല്ലേലൂയ. പോട്ടെ, മുന്നോട്ട് പോട്ടെ. തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെ ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുക്കമൊക്കെ ഉണ്ട്. ഈ പോകത്തില്ലെന്നൊക്കെ പറയുന്നവരൊക്കെ കുലുങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുലുങ്ങാതെ സൂക്ഷിക്കണമെന്ന് വരികിൽ ഈ പറഞ്ഞ 12 ക്വാളിഫിക്കേഷൻ നിങ്ങൾ എണ്ണി വീട്ടിൽ പോയി വായിക്കണം. ഇത് കാണപ്പാടവും പഠിക്കണം, വായിക്കുക, മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇനി ഹൂ വിൽ ഡ്വെൽ ഇൻ യുവർ ഹോളി ഹിൽ, 15-ന്റെ 2-ാമത്തെ. അങ്ങനല്ല ഞാൻ പറയാം. പർവ്വതമൊക്കെ ഹോരേവ് പർവ്വതമുണ്ട്, മൗണ്ട് സീനായി ഉണ്ട്, പിന്നെ ഒലിവുമലയുണ്ട്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇനി കൂടാരത്തിൽ ആര് വസിക്കും എന്നുള്ളത് ഒന്നുകൂടെ പറയാം. ഹല്ലേലൂയ. അബ്രഹാം കൂടാരത്തിൽ പാർത്തു. ഊരിൽ നിന്ന് പുറപ്പെട്ട് കനാനിലെത്തും വരെയും കൂടാരത്തിൽ വസിക്കുവാണെങ്കിൽ തന്നെയും ദൈവദൂതന്മാർ വന്നപ്പോൾ വേണ്ടോളം കൊടുത്ത് സൽക്കരിച്ചു. നിങ്ങളെല്ലാവരും സന്തോഷത്തോടും ഒരു വലിയ ഈ വചനമൊക്കെ നിങ്ങൾ ക്രിയ ചെയ്യുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആത്മാവ് എന്നോട് പറയുന്നു, അതുകൊണ്ടായിരിക്കും മിണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നോട് ചേർന്ന്, അപ്പോൾ എനിക്കൊരു സന്തോഷം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം കൂടാരത്തിൽ പാർത്ത് ദൂതന്മാരെ സൽക്കരിച്ചു. എന്നാൽ അബ്രഹാം ഈ കൂടാരത്തിൽ തന്നെ ആയിരിക്കുന്നുവോ എന്നറിയത്തില്ല. എന്നിരുന്നാലും എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 8-9 വായി. വിളിക്കപ്പെട്ടാരെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു അറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ഇപ്പൊ നമ്മളെവിടൊക്കെയാ? വേണ്ടുവോളം ഇല്ലയോ? നമ്മൾ കല്ലിട്ടതും നല്ലവണ്ണം ഉറപ്പിച്ച്
ഒക്കെ ഇട്ടിരിക്കുന്ന നല്ല ഓടും കാര്യങ്ങളും ഒക്കെ ഉള്ള, എന്നാൽ കൂടാരത്തിൽ അബ്രഹാം, നമ്മുടെ വിശ്വാസ പിതാവായിരിക്കുന്ന അബ്രഹാം കൂടാരങ്ങൾ പാർത്തു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അങ്ങനെ ഒരു നഗരം ഉണ്ട്. നരകമല്ല, നഗരം. നിങ്ങൾക്ക് മനസ്സിലാകുന്നെന്ന് ഞാൻ വിചാരിക്കുക. നഗരത്തിനായി നമ്മൾ ഏതിനായിട്ടാണ് കാത്തിരിക്കുന്നത്? ദൈവത്തിൻ്റെ ജനമേ, നമ്മൾ ആരെ കാത്തിരിക്കുക? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പണികളൊക്കെ ഉണ്ടല്ലോ, വെന്തുപോകും. ഞാൻ ഇവിടെയൊക്കെ സഞ്ചരിച്ച് മക്കളുടെ കൂടെയൊക്കെ സഞ്ചരിച്ച് ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ കണ്ടു. എനിക്കൊക്കെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമൊക്കെ അതൊക്കെ. എന്നാൽ തന്നെയും അവരുടെ കൂടെ പോയി ഇതൊക്കെ കാണുവാൻ ഞാനപ്പോൾ എൻ്റെ മരുമകളോടാണ് പറഞ്ഞത്. ഞങ്ങൾ തമ്മിൽ അല്പം സ്നേഹമൊക്കെ ഉണ്ട്, കൂടുതൽ സ്നേഹം. അടുത്ത കുഞ്ഞിനെ കാണാൻ പോയതൊക്കെ ഇല്ലയോ, എൻ്റെ മക്കൾ 3 പെൺമക്കളെ പോലെ തന്നെ, 2 പെൺമക്കളെ പോലെ തന്നെ അവളെയും ഞാൻ വളരെ അതുപോലെ. അപ്പോൾ ഞാൻ കൂടെ ഇപ്പം അവർ ഒരു ഇംഗ്ലീഷ് ചർച്ചിലൊക്കെ പോകുന്നു. അവരുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളും ഒക്കെ പെന്തിക്കോസ്തിലെ അനുഭവമൊക്കെയാണ്. എന്നാൽ അവർക്ക് അടുത്ത ചർച്ച ആയതുകൊണ്ട് അവിടെ പോകും. അപ്പം ഞാൻ പറഞ്ഞു, ഈ പണികളും ഈ കാണുന്നതൊക്കെ അഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതുവരെ അത് ഇങ്ങനെ നിൽക്കുക, ഞങ്ങൾ പോയി കണ്ടിട്ടൊന്നും പോയതായിട്ടൊന്നും കാണുന്നില്ലെന്ന് പറഞ്ഞു. അതിപ്പോഴല്ല എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി. അത് ഇപ്പോഴായിരിക്കത്തില്ല, എന്നാൽ പത്രോസിന് എഴുതിയ ലേഖനത്തിൽ ഈ പടികളെല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. മറന്നു പോകാതിരിക്കാൻ വേണ്ടിയായി പറയുന്നത് കേട്ടോ. ദൈവജനം മറവി ഉള്ളവരാ. ഞാനും എനിക്ക് ഒരുപാട് മറവിയൊക്കെ ഉണ്ട്. പണ്ടില്ലായിരുന്നു, ഇപ്പോൾ ഉണ്ട്. ഹല്ലേലൂയ. അപ്പം ഇതൊക്കെ അങ്ങ് പോകുക. നമ്മുടെ പ്രൗഢിയും നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാം മാറിപ്പോകും. വചനം അങ്ങനെ പറയുന്നല്ലോ. അതുകൊണ്ട് വചനം പറയാത്തതൊന്നും പറയുന്നില്ല, വചനത്തിലുള്ളതേ പറയുന്നുള്ളൂ. തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, കൂടാരത്തിൽ പാർത്തു. അവിടെ എഴുതിയിരിക്കുന്ന ഒന്നുകൂടെ വായിക്കാം. 11 വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് മക്കളും അവരുടെ കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് നമ്മളും ഇവിടെയൊക്കെ ഏത് ദേശത്താ ഇപ്പോൾ ആയിരിക്കുന്ന? ഏത് ദേശത്താ? ഈ ലോകത്തിലാണെങ്കിലും അന്യദേശത്ത്. വി ആർ ഇൻ അതർ നേഷൻ, അന്യദേശം. ഇംഗ്ലണ്ടിലാ, അമേരിക്കയിലാ, ഞാൻ ഭോപ്പാലില്ല, കേരളത്തിൽ നിന്ന് ഭോപ്പാലില്ല, അന്യദേശത്തായിരിക്കും. അന്യദേശത്തായിരിക്കുമ്പോൾ എന്തായിരിക്കണം? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. നഗരത്തിനായി കാത്തിരുന്നു. ഞാൻ ചോദിക്കുന്നത്, സ്വർഗത്തിൽ കൂടാരമൊക്കെ അവിടെ ഇരിക്കട്ടെ, സ്വർഗത്തിൽ ആര് പോകും? ഞാൻ പഠിച്ചത് BH ഹൈസ്കൂളിലാണ്, ബിഷപ്പ് ഹോഡ്ജസ് ഹൈസ്കൂൾ വിളിക്കുന്നത്. CSIക്കാരുടെ ഒരു സ്കൂളാണ്, മിഷണറിമാർ നടത്തുന്ന ഒരു സ്കൂളിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് വെള്ളിയാഴ്ച തോറും എല്ലാ ക്ലാസ്സുണ്ട്, പ്രാർത്ഥനയുണ്ട് പള്ളിയിൽ. അവരുടെ ഒരു വലിയൊരു പള്ളിയാവുന്നത്. പള്ളിയിൽ അതിൻ്റെ കൂടെ അതുകൂടെ പറയാട്ടെ. അപ്പോൾ ഒരു ജോസഫ് സാറുണ്ട്, അദ്ദേഹമാണ് ഫിസിക്കൽ ഇൻസ്ട്രക്ടറാണ്. അദ്ദേഹം എല്ലാവരോടും പറയും 9 മണിയാകുമ്പോൾ എല്ലാവരും, അത് ജാതി ഭേദമന്യേ എല്ലാ കുട്ടികളും ആ പള്ളിയിൽ കടന്നു ചെല്ലും. അപ്പോൾ അദ്ദേഹം
പറയുന്നത് അന്ന് വായിച്ച അവർക്കങ്ങനെ ഒരു ജ്ഞാനസ്ഥാനം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ അവരെ ജ്ഞാനം പ്രാപിക്കാനായിട്ട് 15-ാം സങ്കീർത്തനം കാണാപ്പാഠം പഠിക്കണമെന്ന് പറയും. അപ്പോൾ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വരും, സ്വർഗത്തിൽ പോകുന്നതിനൊരു വിഷമവും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു ഈ 12 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പിന്നെ സ്വർഗത്തിൽ പോകാൻ വല്ല വിഷമമുണ്ടോ? നമ്മൾ സാധനപ്പെടണം, പരിശുദ്ധാത്മാവിനെ അത് വേണ്ടെന്നല്ല, തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അങ്ങനെ തന്നെ വേണം, ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. എന്നാൽ ഇതെല്ലാം കൂടെ ഒത്തുചേർത്ത് നാം ആയിരിക്കുന്നു എന്ന് വരികിൽ ധൈര്യത്തോട് പറയാം, ഇന്ന് ഞാൻ ഈ ലോകം വിട്ടുപോയാൽ, ഇന്ന് ഞാൻ ഇവിടുന്ന് മാറിപ്പോയാൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടാരത്തിൽ ആയിരിക്കും. അബ്രഹാം ഇങ്ങനെ പറഞ്ഞു. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞ ഒരു കാര്യം പറയാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം. അതിൻ്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിർത്തി വായിക്കാം. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോട് കൂടെ വസിക്കും. അവൻ അവരോട് കൂടെ വസിക്കും. ഉറപ്പ് നൽകിയിരിക്കുക. നമ്മൾ അവിടെ ചെന്നാൽ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും. അടുത്ത് അവർ അവന്റെ ജനമായിരിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. ദൈവം അവരുടെ ദൈവമായി കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇന്ന് കണ്ണുനീരും കരച്ചിലും ഒക്കെ നമുക്ക് ജീവിതത്തിൽ വരാം, വന്നു പോയിരിക്കും, ചിലപ്പം തോരാതിരിക്കും, എന്നാലും കണ്ണീരൊക്കെ തുടയ്ക്കും. ഇനി മരണമുണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. അടുത്ത വാക്യമാണ് എന്റെ സ്ട്രൈക്ക് ചെയ്തത്. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഇനി എന്താ ഉറപ്പ് വേണം? ഞാൻ അവന് ദൈവവും മകനും ആയിരിക്കും. വാക്കുകളൊക്കെ അവസാനിപ്പിക്കുക, നിർത്തുക. ഞാൻ ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറവാനായിട്ടില്ല. കർത്താവിൻ്റെ ദാസൻ ഹല്ലേലൂയ, ഞാൻ അതിനൊന്നും പറയണമെന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചൊന്നുമല്ല. കർത്താവിൻ്റെ കൃപയിൽ ഇതൊക്കെ ഇങ്ങനെ അടുക്കി ഒതുക്കിയൊക്കെ വെച്ച് കൊണ്ട് നടക്കുക. എവിടെയെങ്കിലും സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് പോകുന്ന നല്ലതായിരിക്കുമെന്ന് ദൈവജനത്തിൻ്റെ ഇടയിൽ. വി ഷുഡ് ബി വെരി കെയർഫുൾ ഇൻ ക്രിസ്ത്യൻ ലൈഫ്. അതർവൈസ് വി ലെഫ്റ്റ് ഔട്ട്. ഞാൻ പറയുന്ന ഇത് നിങ്ങൾ സാധനപ്പെട്ടതും ഞാൻ സാധനപ്പെട്ടതും ഈ പറയുന്ന ഞാനും ജീവിച്ചില്ലെങ്കിൽ പോകത്തില്ല. എല്ലാ സാധനപ്പെട്ട പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, വചനം പഠിച്ചു, മനസ്സിലാക്കി എല്ലാം ജീവിക്കുക. വി ഷുഡ് ബി കെയർഫുൾ ഇൻ എവരി ഏരിയ ഇൻ അവർ വർക്കിംഗ് പ്ലേസ്, ഈച്ച് ആൻഡ് എവരി മിനിറ്റ്. ഇത് കഴിഞ്ഞൊരു കാര്യമൊന്നുമില്ല. സ്വർഗരാജ്യം കർത്താവ് കുരിശിൽ മരിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയെന്ന്, പാവക്ഷമ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് നടക്കാതെ അതാണ്ട് വചനവും ദൈവത്തിൻ്റെ ആലോചനയൊക്കെ ശരിയായിട്ട് മനസ്സിലാക്കി ജീവിച്ചാൽ നമുക്ക് പോകാം. ഇത്രത്തോളം സമയം കർത്താവിൻ്റെ കൃപയിൽ ലഭിച്ചതോർത്ത് ഞാൻ കർത്താവിൻ്റെ സ്തുതിക്കുന്നു. കർത്താവ് എൻ്റെ ദാസൻ തന്ന സമയത്തിനായി അല്പം വൈകിപ്പോയെന്നോ എനിക്കൊരു പ്രയാസം പോലെ തോന്നുന്നു. എന്നാൽ തന്നെയും നിങ്ങളോടൊപ്പം
പ്രകാരമായിരിക്കാൻ തക്കണം കർത്താവ് എനിക്ക് ഇടയാക്കിയുള്ളൂ. എളിയവനായൻ്റെ യാത്രയെ ഓർത്ത് പ്രാർത്ഥിക്കണം. നാളെ കർത്താവ് അനുവദിച്ചാൽ 1 മണിക്കുള്ള പ്ലെയിനിൽ കയറി ഡൽഹിയിൽ ചെന്നിട്ട് അവിടുന്നുള്ള വണ്ടിക്ക് ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ചെന്നെത്തി ആയിരിക്കാം. എന്നാൽ എനിക്ക് തരുന്ന സമയമൊക്കെയും നിങ്ങളുടെ മുഖമൊക്കെയും കാണുവാനിടയായി തീർന്നു. നിങ്ങളെ കണ്ട് സന്തോഷിപ്പാനിടയായിരുന്നു. കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാക്കി. തൻ്റെ ദാസനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവജനത്തെ കർത്താവ് ഇവിടെ കാത്തു സൂക്ഷിക്കട്ടെ. നിങ്ങൾക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഒരു കുറവില്ലാതെ കർത്താവ് നൽകി തന്ന് സഹായിക്കും. ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ.